കളങ്കാവൽ സിനിമ കണ്ടു. ഇതുവരെ കണ്ടിട്ടുള്ള സൈക്കോ ത്രില്ലർ മൂവീസിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ ഈ പടം. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സട്ടിലായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു പടമാണ് കേട്ടോ. അത്ര വലിയ ബ്ലഡ് ഷെഡ്സോ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റാത്ത സീൻസോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിനായകന്റെ പെർഫോമൻസ് ആണ് കേട്ടോ. ഭയങ്കര പദം വന്ന ഒരു പ്രാക്ടിക്കൽ, ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസർ, 40s-ലോ 50s-ലോ ഒക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസർ, എപ്പോഴും ഇങ്ങനെ കണ്ണാടിയൊക്കെ വെക്കുന്ന, നല്ല തേച്ച ഷർട്ടൊക്കെ ഇടുന്ന, അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ നമ്മൾ കാണാൻ സാധ്യത അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. പടത്തിന്റെ ഫസ്റ്റ് സീൻ കാണിക്കുമ്പോൾ തൊട്ട് വ്യൂവേഴ്സിനെ ഇന്നാക്കുന്ന തരത്തിലുള്ള സീൻസ് ഒക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യത്തെ സീൻ കാണുമ്പോൾ തൊട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മിസ്റ്ററി ത്രില്ലർ പോലെ നമ്മൾ അതിനെ ഫോളോ ചെയ്യും. നമ്മൾ അതിനകത്തേക്ക് ഇന്നാവും. അത്തരത്തിലുള്ള ഒരു പടമാണ്. പടം നടക്കുന്നത് ഒരു 2009 അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പടമാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കളറിങ്ങും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളും എല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പടം ഭയങ്കര ഈസി ഫ്ലോയിങ് പോലെ തോന്നി. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സൈക്കോ ത്രില്ലർ മൂവീസിലെല്ലാം അവരുടെ ആ ഒരു ലഹരി, അവർ ഈ കൊല്ലുന്നത് ലഹരിയായിട്ട് എടുത്തിട്ട് അതിനകത്തുനിന്നൊരു ഉന്മാദം അവർക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. ആ ഒരു എലമെന്റ് എവിടെയോ മിസ്സിംഗ് ആയിട്ടുള്ളത് പോലെ തോന്നി. അത് ചിലപ്പോൾ എന്റെ മാത്രം തോന്നലായിരിക്കും കേട്ടോ. പിന്നെ സൈനറ്റ് മോഹന്റെ സ്റ്റോറി അല്ല ഇത്, അതിനകത്ത് നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിലും പടം വേറെ കഥയാണ്. എനിക്കും പേഴ്സണലി പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു.